ഹായ് ഹലോ, നമുക്കിന്ന് പഫ് സ്ലീവ് ഒന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ലെങ്ത്ത്, അതായത് നമ്മളുടെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്, ചെസ്റ്റ് ബൈ 4 അല്ലേ വേണ്ടത്. അപ്പോൾ അതിനേക്കാളും ഒരു 5 ഇഞ്ച് വിടുത്ത് അല്ലെങ്കിൽ കൂടുതൽ നെറിവ് വേണ്ടവർക്ക് 7 ഇഞ്ച് വിടുത്ത് എടുത്തിട്ട് നമുക്ക് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഒരേ പോലെയുള്ള ഒരു തുണി എടുക്കുക. അതായത് നമുക്ക് എത്രയാണോ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്, അതിന് താഴെ എത്ര പട്ട വെക്കുന്നത്, ആ ഒരളവ് കഴിച്ചിട്ട് ബാക്കിയുള്ളൊരു ഭാഗം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നല്ല വിടുത്തിലാണ് പട്ട വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് നിറവേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു 4 ഇഞ്ചൊക്കെ ഉള്ള ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിടുത്തെടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ വലിയത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ചെറിയ പട്ട വെച്ച് കൊടുത്തിട്ട് താഴെ മടക്കിയെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ സെൻറ്റർ കണക്കാക്കിയിട്ട് സെൻറ്റർ നോക്കുക. സെൻറ്ററിൻ്റെ അപ്പുറ സൈഡും ഇപ്പുറ സൈഡും സെൻറ്ററിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല 2 ഭാഗത്തും ഒരേപോലെ നിറവ് വരുന്ന പോലെ നമ്മൾ നിറവ് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് തുടങ്ങരുത്. സെൻറ്ററിൻ്റെ വലത് സൈഡിൽ നിന്നും ഇടത് സൈഡിൽ നിന്നും നമ്മൾ ഒരേപോലെ നിറവ് കൊടുക്കുക. വലത് സൈഡിൽ 3 നിറയാണെങ്കിൽ ഇടത് സൈഡിലും 3 നിറ, അങ്ങനെ നമ്മൾ നിറവ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. മുകളിൽ നമ്മൾ നിറവ് കൊടുത്ത് അതേപോലെ തന്നെ താഴെയും നിറവ് കൊടുക്കണം. അപ്പോൾ അതങ്ങ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിറവ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ താഴെ അങ്ങനെ മുട്ടുസൂചി വെച്ചിട്ട് പോവുക. വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തോളൂ, എന്നാൽ നമുക്ക് വേണമെങ്കിൽ കഴിക്കാനൊക്കെ പറ്റുമല്ലോ എന്നിട്ടാ. പിന്നെ അതുപോലെ ഇനി നമ്മൾ പേപ്പറിൽ ഫസ്റ്റ് ഒരു സ്ലീവിൻ്റെ ഒരു ഡെമോ നമ്മളൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത്. 2 കൈയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. 2 സ്ലീവിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇനിയിത് രണ്ടാമത്തെ സ്ലീവിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവിലും ഒരുപോലെ ചെയ്യുക. പിന്നെ വളരെ ഈസിയാണ്, കാണുമ്പോൾ നല്ല ഭംഗിയുമാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഇനി നമ്മൾ പേപ്പർ കട്ടിങ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് ബ്ലൗസിന്, ഇത് ബ്ലൗസിനാണ് കേട്ടോ ഈ കൈ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പേപ്പർ കട്ടിങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ, ഞാനൊരു ബ്ലൗസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കാണാം. അപ്പോൾ ബ്ലൗസിന് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കട്ടിങ് പ്ലേസ് ബ്ലൗസിന് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും അവർ തരികയാണെങ്കിലും ആ ഒരു പേപ്പർ കട്ടിങ് വെച്ചുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ ഒന്നും അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സമയം ലാഭമാണ്, ഒരു പ്രാവശ്യം അളവെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിട്ട് വരച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കൂടുതൽ നിറവ് വേണ്ടവർക്ക് കൂടുതൽ ലെങ്ത്ത് എടുക്കാം കേട്ടോ തുണി. പിന്നെ സാരിമെന്ന് കിട്ടണ ആ ഒരു ഇതായതുകൊണ്ട് ഇത്ര തന്നെ ലെങ്ത്ത് കിട്ടുള്ളൂ. പിന്നെ ബാക്കി തുണി ഇത്ര തന്നെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നിറവ് ഇത്ര ആവാൻ കാരണം. അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് നിറവ് വേണമെങ്കിൽ ഇടാം. കൂടുതൽ നിറവായാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ പേപ്പർ കട്ടിങ് ആണെങ്കിലും നമ്മൾ ഈ ഒരു അളവ് എടുക്കുമ്പോൾ നമുക്ക് താഴെ എത്രയാണ് കുഴിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു അളവ് തന്നെ നമ്മൾ എടുത്ത് അവിടെ വരച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഫുള്ള് അളവും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ആ ഒരു 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച് താഴോട്ട് കുഴിച്ച് കണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3.5 നമ്മൾ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചാണല്ലോ അത് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ നമുക്ക് പടിക്ക് എത്രയാണ് വരേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അളവെടുക്കുന്നത്. പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് താഴത്തെ ആ പടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ചീത്ത വശത്താണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് ചീത്ത വശത്ത് നമ്മൾ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ ഭാഗത്താണ് വരുന്നത്. എന്നിട്ട് നമ്മളത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക.
മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒരു പ്രസടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിക്ക് കിട്ടും. പിന്നെ ഇനി നമുക്ക് ആ കൈമേൽ അതൊന്ന് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിവർത്തി കൊടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പിന്നെ ഇത് അറ്റാച്ച് ചെയ്യണതൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. സീ യു നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.